Hi guys, welcome back to Malu Trend Talker. ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ഭീകരത നമ്മൾ ഞെട്ടിയോളില്ല ആ ഒരു അവസ്ഥയാട്ടാ. എന്തല്ല കാട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്, വീട്ടിലല്ലേ. എന്താ കുഴപ്പം? ആ ചേട്ടൻ ആലോചിച്ച് പറഞ്ഞു. ചുറ്റും നിറയെ ആൾക്കാര്, വലിയൊരു കൂട്ടുകുടുംബം. ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, 4 പെൺകുട്ടികള്. അങ്ങനെ പിന്നെ ഓർമ്മ ചേർമ്മിക്കാനും മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയി. ചേച്ചി ഇവിടെ അധികം ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും 3 പെൺകുട്ടികളും. ഞങ്ങളുടെ ലോകത്ത് വേറെ ആരുമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ നിറച്ച ആൾക്കാരില്ല. അപ്പോൾ അച്ഛൻ രാവിലെ ജോലിക്ക് രാത്രി 9 മണിക്ക് വരും. പിന്നെ ഞങ്ങളാണ് ആ ഒരു ലൈഫിൽ നിന്ന് പഠിക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞാള്, അങ്ങോട്ട് തിരിഞ്ഞാള്, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ എവിടെ തിരിഞ്ഞാലും ആൾക്കാർ. എനിക്ക് വിമർശിച്ചടിച്ചിട്ടേ. പിന്നെ ഞങ്ങളോട് ആണുങ്ങൾ കുറവാണ്, പെണ്ണുങ്ങളാണ് കൂടുതൽ. അച്ഛൻ മാത്രമേ പിന്നെ ചേച്ചിയുടെ ഭർത്താവ് എപ്പോഴും ഇങ്ങനെയല്ലേ പറഞ്ഞു. പിന്നെ കൂടുതൽ അമ്മ, ഞാൻ 3 പേര്. അപ്പോൾ ആണുങ്ങളധികം നമ്മൾ ഇതില്ലാത്ത ഇങ്ങോട്ട് തിരിയുമ്പോൾ കുറച്ച് ചേട്ടന്മാർ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മക്കള്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവര്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അയ്യോ എന്താ അതെ, പറയാ. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും. ഉപ്പും മുളകും ഫാമിലി ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് അച്ഛനും അമ്മയുമാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് കയറി ചെന്നത്. അപ്പം അവരുടെ സ്വന്തം കുടുംബത്തില് ആളെണ്ണം വളരെ കുറവായിരുന്നു. അച്ഛൻ, അമ്മ, 3 മക്കൾ, 3 പെൺമക്കൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കയറി ചെന്ന വീട്ടിലേക്ക് ഇടത്തു നോക്കിയാലും വലത്തു നോക്കിയാലും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബം ആയിരുന്നു. അപ്പം ഇത്രയധികം സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന അത്രയും ഒരു സന്തോഷവും സമാധാനവും ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒത്തിരി ആണുങ്ങൾ സ്വന്തം കുടുംബത്തിലില്ലായിരുന്നു. അച്ഛനല്ലാതെ വേറൊരു ആണായിട്ടുള്ള ഒരാൾ കുടുംബത്തിലില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച് കയറി വന്ന കുടുംബത്തിൽ എങ്ങോട്ട് നോക്കിയാലും ചേട്ടന്മാരുണ്ട്, ആൺകുട്ടികളായ മക്കളുണ്ട്, അല്ലെങ്കിൽ ചുറ്റും മറ്റുള്ള ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും അല്ലെ. ചിലർക്ക് കൂട്ടുകുടുംബമായിരിക്കും ഇഷ്ടം, ചിലർക്ക് അണുകുടുംബങ്ങളായിരിക്കും ഇഷ്ടം. ഇറ്റ് ഡിപ്പെൻസ്. എന്നിട്ട് ഈ കല്യാണം കഴിച്ച കുടുംബത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിൽ നിന്ന് സ്വർഗത്തെത്തിയ സുഖമായിരുന്നു. ഇതൊക്കെ തുറന്നു പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് നമ്മൾ സമ്മതിക്കണം അല്ലെ. എത്രയോ ആൾക്കാർ കാണുന്നതാണ്. അന്ന് ആ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കുടുംബത്തെ നരകമെന്നും സ്വന്തം കുടുംബത്തെ സ്വർഗമെന്നും വിശേഷിപ്പിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നായിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് കാണാതെ പോകരുത്. നോക്കാം ബാക്കി. പിന്നെ ഒരു വിമർശിച്ചടിക്കുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ രോമാഞ്ചൽ ഭയാനകമാണ്. അതേപോലെ എൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തുമ്പോൾ ദൈവമേ, നരകത്തുനിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന സുഖം. ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ അത്ര വർഷം, ഒരു 15 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടുകുടുംബത്തേക്ക് വന്നു. അത്ര വർഷം ഞാൻ ആ വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ നിന്നൊരു ജനറേഷനിലെ ആൾക്കാരാണ് ചിലപ്പോൾ നിന്ന് പോരുന്നൊന്നും വലിയൊരു 15 കഴിഞ്ഞിട്ട്. ഒന്നുകൊണ്ട് പക്കത്തുള്ള ആൾക്കാരാണെങ്കിൽ നിന്ന് പോരുമ്പോൾ 15 വയസ്സാകുമ്പോൾ കുട്ടിത്തം മാറാത്ത പ്രായം. എൻ്റെ ഒരിക്കലും മാറിയിട്ട് ഇപ്പോഴും 40 വയസ്സായിട്ട് കുട്ടിത്തം മാറാത്ത പ്രായത്താണെങ്കിലും ഞാൻ വീട്ടിൽ നിന്നു ഈ മനുഷ്യൻ്റെ സ്നേഹം കൊണ്ടാട്ടാ. അതെ, സ്വന്തം കല്യാണം കഴിഞ്ഞത് 15ാമത്തെ വയസ്സിലാണെന്നാണ് ഈ അമ്മ പറയുന്നത്. 15ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ എന്തറിയാം അല്ലേ. ആർക്കും ഒന്നും അറിയാൻ പറ്റുന്ന ഒരു പ്രായമാണ് 15ാമത്തെ വയസ്സ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. പണ്ടത്തെ കാലത്ത് നോക്കുമ്പോൾ 15ാമത്തെ വയസ്സിൽ കുട്ടിക്കളി മാറാത്ത അല്ലെങ്കിൽ കളിചിരികൾ മാറാത്ത ഒരു പെൺകുട്ടി അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ. നോക്കാം, ഈ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് 15 വയസ്സോ, ഈ പ്രായത്തിൽ എന്തറിയാനാ, ഞാനൊക്കെ കളിച്ചു നടക്കുമായിരുന്നു. ശരിയാ, 15ാമത്തെ വയസ്സിൽ നമ്മൾ എല്ലാവരും കളിച്ചു നടക്കുമായിരുന്നിരിക്കണം. പഠനമുണ്ട്, കൂടെ കളിയും തമാശകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പ്രായം തന്നെയായിരിക്കണം. അത് തന്നെയാണ് ഇവിടെ ഒരു പ്രേക്ഷക പറയുന്നത്. വേറെ ഒന്നിനെ കുഞ്ഞിനെ 2 ആൾക്കാർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. 2 കൂട്ടർ കുഞ്ഞിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. നേരായിട്ടുള്ള സംസാരം, അങ്ങോട്ട് വിളിക്കലും ഇങ്ങോട്ട് വിളിക്കലും. 2 കൂട്ടരും നമ്മൾ സംസാരിക്കണം, അങ്ങോട്ട് സംസാരിക്കണം. നമ്മുടെ ഡീറ്റെയിൽ അങ്ങോട്ട് പോലെ, നമ്മുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോലെ, എന്തായാലും നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നു. ആ വീട്ടിലെ 2ാമത്തെ മകളാണ് കേട്ടോ കുഞ്ഞൻ. ഉപ്പുമുളകും ഫാമിലി ലൈഫിലെ 2ാമത്തെ മകളാണ് കുഞ്ഞൻ. കുഞ്ഞിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ അറിയാണ്ട് വന്നിട്ട് പിന്നെ അത് അറിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. ആരായാലും നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും അറിഞ്ഞിട്ട് വരുന്നല്ലേ താല്പര്യം. അപ്പോൾ അതൊക്കെ പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നാളെ ഒരു കൂട്ടർ 11 മണിയാകുമ്പോൾ എത്തും, ഒരു കൂട്ടർ ഉച്ചതിരിഞ്ഞ് എത്തും. അപ്പം
എന്താ പറയാ, ഏകദേശം എന്തെങ്കിലും ഒന്നൊക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളില്. ദൈവത്തിന്റെ കയ്യില്. ഇനി നമുക്കും അവരെ പോയിട്ട് അവര് വന്നിട്ട് അവർക്കും പറ്റണല്ലോ, നമുക്കും അവര് പറ്റണല്ലോ. വന്നിട്ട് അവർക്ക് നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ അന്തരീക്ഷങ്ങളും അവർക്ക് പറ്റണം. അതേപോലെ നമുക്കും ഈ 2 വീട്ടോട് പോയിട്ട് നമ്മുടെ കുഞ്ഞിനെ അവിടെ നിൽക്കാൻ പറ്റുമോ, അവിടെ സാഹചര്യങ്ങൾ എങ്ങനെ നമുക്കും നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ മൈൻഡ് നമുക്ക് അറിയാലോ. ഇപ്പോൾ ഇന്നലെ തൊട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നത്, കുഞ്ഞ് നമ്മളെ വിട്ടു സ്ഥലത്ത് പോയി നിൽക്കുക എന്ന് വെച്ചാൽ ഈ റൂമിൽ തന്നെ പോകാത്ത കുഞ്ഞനാ, നിങ്ങൾക്ക് അറിയാലോ. പുറത്തേക്ക് എന്ന് പറഞ്ഞ കുഞ്ഞ് ഞങ്ങളില്ലാണ്ട് അറിഞ്ഞു, കുഞ്ഞിൻ്റെ ഒരു വേറൊരു മൈൻഡാണ്. ഞങ്ങളില്ലാണ്ട് ഞാൻ ചിന്തിച്ചു കുഞ്ഞിനെ ഞങ്ങളവിടെ ആക്കി. അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞൻ എന്ന് പറയുന്ന ആ കൊച്ചിന് 18 വയസ്സായതേ ഉള്ളൂ. അപ്പം 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇപ്പൊ ഇവര് 15-ാമത്തെ, ഈ അമ്മ 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. സോറി, 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായ കുറെ അനുഭവങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഈ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ആളുടെ സ്വന്തം മകളെ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് പുറപ്പെടുകയാണ്. അപ്പൊ അതിന് 2 ആൾക്കാർ വരുന്നുണ്ട് നാളെ, അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പം അതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് ആർക്കും ഒരു അർഹതയില്ല. അവരുടെ കുടുംബകാര്യമാണ്, അവരുടെ മകളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പങ്കുവയ്ക്കാം. പേഴ്സണലി എനിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അന്നത്തെ 15-ാമത്തെ വയസ്സുള്ള ഈ അമ്മയ്ക്ക് എന്തൊക്കെ അറിയാമായിരുന്നോ അതൊക്കെ തന്നെ ഇനി 18 വയസ്സുള്ള പെൺകുട്ടിക്കും അറിയാൻ സാധ്യതയുള്ളൂ, അല്ലെ? 18 വയസ്സ് മിനിമം കല്യാണം കഴിക്കാനുള്ള ഏജ് ആയിട്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കോടതി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് ആ വയസ്സിലെല്ലാം അറിഞ്ഞു, അല്ലെ? ആ വയസ്സിലെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, കല്യാണത്തിനും എല്ലാ പെൺകുട്ടികളെയും കഴിപ്പിച്ചു വിടാം എന്നല്ല അതിനർത്ഥം. മിനിമം അതെങ്കിലും വേണം. അതായത് എന്തെങ്കിലും അറിയണമെങ്കിൽ മിനിമം 18 വയസ്സെങ്കിലും ആകണം എന്നുള്ളൊരു ബെഞ്ച് മാർക്കാണ് വെച്ചിരിക്കുന്നത്. അതിനി 18-ൽ നിന്ന് 21-ലേക്ക് ഉയർത്തണം എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. സ്വന്തം മോളാണ്, നീ ആരാടി ഇതൊക്കെ പറയാന്നുള്ളത് എന്നോട് ചോദിക്കാം, ബട്ട് സ്റ്റിൽ നമുക്ക് അഭിപ്രായം പറയാം. നമുക്ക് നോക്കാം കമന്റ് സെക്ഷനിൽ എന്തൊക്കെയാണ് അഭിപ്രായം വന്നിരിക്കുന്നത് കൂടെ നോക്കാം. ആദ്യത്തെ കമന്റ് ആണ്, എല്ലാം ഭംഗിയായി നടക്കട്ടെ. അപ്പം കല്യാണം എല്ലാം ഭംഗിയായി നടക്കട്ടെ. അതായത് 18 വയസ്സിൽ ഈ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്നതിൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓൾ ദ ബെസ്റ്റ്, എല്ലാം നന്നായി വരട്ടെ. സെയിം. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി. ഈ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അത് അവരുടെ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഫാമിലിനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ആണ്. കുഞ്ഞിനെ പെണ്ണു കാണാൻ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം. നിങ്ങളുടെ വീഡിയോയിൽ കുഞ്ഞിന്റെ കല്യാണം കാണുന്നത് പോലെയൊക്കെ സങ്കല്പിക്കും. എനിക്കറിയില്ല, പ്രേക്ഷകർ പല വിധമാണെന്ന് മനസ്സിലാക്കാം. എന്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക്. ബട്ട് സ്റ്റിൽ ആ കൊച്ചിനെ കല്യാണം കഴിച്ച് വിടുന്നതിൽ എല്ലാവർക്കും സന്തോഷം, ഓൾമോസ്റ്റ് എല്ലാവർക്കും സന്തോഷമാണെന്ന് തോന്നുന്നു. ഈ കമന്റ് പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, നിങ്ങളുടെ വീഡിയോകളിൽ കുഞ്ഞിന്റെ കല്യാണം കാണുന്നതൊക്കെ സങ്കല്പിക്കുന്നത്, അത് സ്വപ്നം കാണുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പ്രേക്ഷകൻ പറയുന്നത്. മറ്റൊരു കമന്റ് ആണ്, കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയോ? എന്റെ ക്ലാസ്സിന്റെ കുട്ടിയുടെ കൂടെ പഠിച്ചതാണ്, അവൾ ഇപ്പോൾ +2 ആണ് പഠിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ കുട്ടിയുടെ കൂടെ എങ്ങാണ്ട് പഠിച്ചതാണ്. ആ കൂടെ പഠിച്ച ആളിപ്പോൾ +2-ലാണ്. അങ്ങനെ ആകുമ്പോൾ ഈ പെൺകുട്ടിക്കും +2 പഠിക്കുന്ന അല്ലെങ്കിൽ 18 വയസ്സുള്ള പ്രായം ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ആ കമന്റിൽ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, ഞാനും അതാണ് പറയുന്നത്. പഠിച്ചു നടക്കേണ്ട സമയത്ത് ഈ കുട്ടീനെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതിന്റെ ഒരു ന്യായീകരണമായിട്ട് ഇവർ പറയുന്നത്, ഇവർക്ക് പേഴ്സണലി കുറെ അസുഖങ്ങളുണ്ട്. ഈ അച്ഛനും അമ്മയ്ക്കും പേഴ്സണലി അമ്മയ്ക്കും കുറെ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ മകളുടെ ഭാവി സുരക്ഷിതമാക്കുവാണ് മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച്. ഇവർ തന്നെ പറയുന്നുണ്ട്, കുഞ്ഞൻ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, അവൾ അവിടെ പോയാൽ നിൽക്കുവോന്ന് അറിയില്ല, അവൾ ഞങ്ങളെ പിരിഞ്ഞ് നിൽക്കുവോന്ന് അറിയില്ല. ഇത്രയും ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുട്ടീനെ പഠിപ്പിക്കുക? ആ കുട്ടി പഠിച്ച് നല്ലൊരു ജോലി എത്തട്ടെ. നിങ്ങൾക്കൊക്കെ എന്നാണ് ഇനി നേരം വെളുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് പറയാൻ നമ്മൾ ആരും ആളല്ല, അവരുടെ കുടുംബത്തിന്റെ കാര്യമാണ്. പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും പറയാനുള്ള അവകാശമാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം, പഠിക്കേണ്ട പ്രായത്തിൽ ആ കുട്ടി പഠിക്കട്ടെ, പഠിച്ചു വളർന്നൊരു ജോലി കിട്ടട്ടെ. അങ്ങനെ ജോലി കിട്ടിയാൽ ഈ കുടുംബത്തെ മുഴുവൻ നോക്കാനുള്ള ഒരു പ്രാപ്തി ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് അസുഖമാണ്, അല്ലെ അമ്മയ്ക്ക് അസുഖമാണ്, മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഭാവി സുരക്ഷിതമാക്കട്ടെ എന്നൊന്നും പറഞ്ഞു വരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല. ഇതിനോടൊന്നും നമുക്കെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. 15-ാമത്തെ വയസ്സിൽ അമ്മ കല്യാണം കഴിക്കുന്നു, അതേ അമ്മയുടെ മകൾ 18-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു. ഇത് എന്റെ അഭിപ്രായമാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. താങ്ക് യു.